ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്നലെ ആക്ച്വലി ട്രിവാൻഡ്രത്തിലുള്ള ലുലു മാൾ കാണാൻ പോയിട്ടുണ്ടായി. സോ ആ കാര്യങ്ങളും പിന്നെ ഇന്ന് ഡിന്നർ കഴിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് അപ്പോഴത്തേക്കും ഇന്ന് നമ്മൾ CTCR ട്രിവാൻഡ്രത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ട്. സോ അത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് ചൈത്രം ഹോട്ടലിലെത്തി. വി ആർ ഗോയിങ് ടു ലുലു മോൾ. ലിപ്സ്റ്റിക് ഓറല്ല മുത്തേച്ച, സത്യമായിട്ട് അമ്മ പറയാം, ലിപ്സ്റ്റിക് ഓറയല്ല. ദിസ് ഇസ് മൈ ബേബി ഗേൾസ് ഔട്ട്ഫിറ്റ്സ്. പറ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഫസ്റ്റ് ഡേ ആണോ? ആഹാ, എന്നിട്ട് ഓക്കെ. Oh my God, സുന്ദരിയായിട്ടുണ്ട്. പിന്നല്ല. ഹലോ, ഔട്ട്ഫിറ്റ്. ഇതാണ് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. അലനും സാൻഡ്രി ഇന്ന് മാച്ചിങ് ആണ് ഗൈസ്. ലുക്ക് അറ്റ് ദിസ് ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്. ആൻഡ് മീ ആൻഡ് അബീസ് മാച്ചിങ്. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഇല്ല, കഴിഞ്ഞില്ല. ഓ, നിന്റെ ലിപ്സ്റ്റിക് കാണിച്ചില്ല. ഞാൻ മറന്നേ പോയി. വേറെന്താ പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ? ലുലുമോൾ ട്രിവാൻഡ്രത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ബിസിയാണ്. നമ്മൾ ട്രിവാൻഡ്രം ലുലു മാൾ വന്നിരിക്കുകയാണ് ഗൈസ്. ഏഷ്യാസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മാൾസ്. സോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഗൈസ്. ആണോ? ട്രിവാൻഡ്രം ലുലു മാൾ பார்த்ததில்ல. സോ ലെറ്റ്സ് ഗോ ഗൈസ്. മാപ്പാണോ? ദിസ് ഈസ് ദ മാപ്പാണോ? ഇല്ല. சொல்லு. இந்த வீடியோ பார்த்துட்டு இருக்க யாருன்னா எனக்கு ஹாட் வீல்ஸ் வாங்கி தரதா இருந்தால் ஜிபே பண்ணிடுங்க. 170 rupees. ഓക്കെ ഗൈസ്, വി ഫക്ഡ് അപ്പ്. ഗൈസ്, നമ്മൾ സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ മാർക്കോലത്ത് വില്ലാണ് ഈ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ മാർക്കോലെ വില്ലനെ കണ്ടു എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അതേ നമ്മുടെ നിതീഷ് കുമാർ പോയി സംസാരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. സോ പുള്ളിയുടെ അടുത്ത് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്താ സംസാരിക്കുന്നതെന്നൊരു ഐഡിയ ഇല്ല. സംസാരിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അച്ഛൻ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഗേൾസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിയുടെ അടുത്ത് പോയി സംസാരിച്ചത് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അതിനുശേഷം നമ്മൾ പോയും സെൽഫി എടുത്ത് നല്ല ഫോട്ടോയും കിടയിലും ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ 3 പേർക്കും ഒരേപോലത്തെ ഷർട്ട് എടുത്തു. സബരീഷിന് പറ്റില്ല എന്നൊന്നും എടുത്തിട്ടില്ല. വിഘ്നേഷ്, സബരീഷ്, അലൻ, the greatest comeback in the history. Guys, first question. Time extension. Oh. Guys, Vignesh was player 2. Shabrish. ഗൈസ്, അപ്പോൾ ഇതാണ് ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മാളായ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ലുലു മാൾ. സോ ഇതിൻ്റെ ഓപ്പോസിറ്റിലുള്ള ക്യാപിറ്റൽ മന്തി ഹൗസിൽ എന്തിനാണ് വന്നിരിക്കുന്നത് ചോദിച്ചാൽ ശിവാനിയുടെ പേരൻസ് വന്നിട്ട് നമുക്ക് ട്രീറ്റ് തരാൻ. മാസ്ക് എടുത്ത് കൂട്ടി ഗൈസ്. എവിടെ ലൈറ്റിങ് പോരാളെ? ലൈറ്റ് വെച്ച് എടുക്ക്. എനിക്കിപ്പോൾ ലൈറ്റ് വെച്ചാൽ പറ്റില്ല. ഇവളുടെ ട്രീറ്റാണ് ഗൈസ്, ശിവാനിൻ്റെ ട്രീറ്റാണ് ഗൈസ്.
ആ ചേച്ചിക്ക് കൊടുക്കാൻ, ആ ചേച്ചിക്ക് കൊടുക്കാൻ. ഇനി ആ ചേട്ടൻ്റെ അടുത്തോ, ഇനി ആ ചേട്ടൻ്റെ അടുത്തോ. ഗൈസ് അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു. പാരന്റ്സ് look at this pretty lady, fine lady. ഹൈഫൈ അമ്മി ചേച്ചിക്ക് ഹൈഫൈ താ, ഹൈഫൈ താ. Good girl. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച ശേഷം നമ്മളൊരു വീഡിയോയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് ആ ഒരു അടിപൊളി ട്രീറ്റ് തന്ന ശിവാനിയുടെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും വളരെയധികം നന്ദി അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളെല്ലാ മലയാളികളുടെ ഭാഗത്തു നിന്നും ഉള്ളൊരു നന്ദി അറിയിച്ചുകൊള്ളുന്നു. സോ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അടിപൊളി ഫുഡ് ഡിന്നറായിരുന്നു. സോ താങ്ക് യു സോ മച്ച്, ഇറ്റ് വാസ് അമേസിങ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. സോ ഞാൻ ദോശയും മുട്ടക്കറിയും, വിക്കിയും അബിയും അപ്പം മുട്ടക്കറിയും, സബരീഷും ദോശയും മുട്ടക്കറിയാണ് ഗൈസ്. നമുക്ക് സാമ്പാർ തന്നില്ല ഗൈസ് ദോശയ്ക്ക്. ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. അങ്ങനെ ചൈത്രം ഡേ 1 തുടങ്ങിയിരിക്കുന്നു. നമ്മളിന്ന് CTCRI, വി ആർ ഗോയിങ് ടു വിസിറ്റ് CTCRI. ഞങ്ങൾ പണ്ട് ഇന്റേൺഷിപ്പ് ചെയ്ത ഞങ്ങൾക്ക് അവിടെ പഴയൊരു ചരിത്രമുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് അവിടെ ഒരു ചരിത്രമുണ്ട്. ഞങ്ങളവിടുത്തെ പഴയ സൂര്യനാരായണ വർമ്മകളാണ്. അതൊന്നറിയില്ല. എനിക്കറിയത്തില്ല. പിന്നെന്താ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഞങ്ങൾ ഇടിയപ്പവും കടലക്കറിയും കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു ഇവിടുത്തെ സ്റ്റേ. ആവറേജ് അല്ല ഇവിടുത്തെ സ്റ്റേനെ കുറിച്ച് നിങ്ങൾ പറയാം. സോ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ ട്രിവാൻഡ്രത്ത് നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ICRൻ്റെ സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ ഇവിടെ നമ്മുടെ കപ്പയും പൊട്ടോറ്റയും കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്നതാണ്. സോ അവിടെ മ്യൂസിയത്തിലാണ് നമ്മൾ ആദ്യം പോകുന്നത്. സോ ഇവിടെ വെൽക്കം ടു ദി വേൾഡ് ഓഫ് ട്യൂബേഴ്സ് നമ്മൾ എടുത്തിട്ട് അവിടെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ അവിടെ നമ്മുടെ വിസിറ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോണ വഴിയിൽ ഒരു കായലോരത്താണ് നമ്മൾ നിർത്തിയത്. പക്ഷേ കായലിൽ ഫുള്ള് പൂപ്പൽ കയറി സീനായിരുന്നു. അതിനുശേഷം നമ്മൾ അങ്ങനെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഡിസ്ട്രിക്റ്റിലെത്തിയിരിക്കുകയാണ്. കോട്ടയാണ് നമ്മുടെ നെക്സ്റ്റ് ഡിസ്ട്രിക്റ്റ്. ഇവിടുത്തെ അടിപൊളി ഹോട്ടൽ, നമ്മൾ കോട്ടയത്തിലുള്ള ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇവിടുത്തെ റൂം കാണിച്ചെടുത്ത സീനാണ് ഗൈസ്. സെറ്റാണ് ഗൈസ്, സെറ്റപ്പ്, അടിപൊളി സെറ്റപ്പ്. അതെ മണവാളനെ എത്തി, ഇനി മണവാട്ടി എത്തിയാൽ മതി അല്ലേ? എപ്പോൾ എത്തും ഗൈസ്? അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കാലിക്കറ്റ് കഫേയിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഷവായി കഴിപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. താങ്ക് യു സാർ, താങ്ക് യു സാർ. അങ്ങനെ നീ ഫോട്ടോ എടുക്കണ്ട, ഫോട്ടോ എടുക്കണ്ട. നമ്മൾ ഷവായി വന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്ടർ സാറിൻ്റെ റിവ്യൂ അയക്കാം. സൂപ്പർ
റിവ്യൂ சொல்கிறேன் நிதிஷ் குமார் ஒரிஜினல் ரிவ்யூ ஷவாய் ലൈറ്റാ മസാല നെക്സ്റ്റ് ഫുഡി റിവ്യൂ ഇവൻ്റെ പിന്നെ ചോദിക്കണ്ട പോടാണ് നിനക്കില്ല പോടാണ് ഇനി നമുക്ക് കഴിക്കാം ഗൈസ് നമ്മൾ കോട്ടയം ജംഗ്ഷനിൽ കൂടി നമ്മളിങ്ങനെ നടക്കുകയാണ് ഗൈസ് ഫുഡ് കഴിച്ചിട്ട് കാലിക്കറ്റ് കഫേയിൽ അടിപൊളി ഫുഡിന് ശേഷം നമ്മൾ പെനിയിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് നടന്നത് ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന പെനി എത്തിയിട്ടുണ്ട് ഗൈസ് വി സർവ് ഹാപ്പിനെസ് ഓൺ എ സ്റ്റിക്ക് ഗൈസ് ഞാൻ ഫാഷൻ ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ട് ഇതോടെ പേര് എന്നാടാ എനിക്ക് ക്രിസ്പി കിറ്റ് ബട്ടർ സ്കോച്ച് ഫ്രൂട്ട് സാലഡ് நல்லா இருக்கா ഹായ് ഗൈസ് വെൽക്കം ബാക്ക്. ഞങ്ങളുടെ രാവിലത്തെ കോലം ഞങ്ങൾ ഇപ്പോഴത്തെ കോലം കണ്ടോ? ഞാൻ കുളിച്ചില്ല, ഞങ്ങളാരും കുളിച്ചില്ല. ഏത് ഫ്ലേവറാ? ഞങ്ങൾ എത്ര പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. കഴിക്കുന്നില്ലേ? ആ ഇവരെല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന് നിൽക്കുക. എന്ത് ഭീഷണിപ്പെടുത്തുന്നേ? അവളിപ്പൊ എന്നെ സോപ്പിടുന്നത്, അവൾക്ക് എടി ബാ മഫിൻ കഴിക്കാൻ പോവാം. പിള്ളേർ ഇവിടെ വരെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. എനിക്കടി തൊണ്ടവേദന വെച്ച് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റത്തില്ല. തിരിച്ചു നടന്നിട്ട് ഞാൻ എന്നിട്ട് വേണം എനിക്ക് കേക്ക് കഴിക്കാൻ. ഇവനാ എനിക്ക് വേണ്ടി കൊള്ളാം. അവനടുത്ത് മേടിക്കാൻ പോവാം. പോയി മേടിക്കടാ. അപ്പോൾ ഫുഡ് അടിയും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ ഇത്ര നമ്മൾ എന്തുകൊണ്ട് 4 അടിപൊളി വ്ളോഗ് വരുന്നില്ല.